നമ്മളിപ്പോ നിൽക്കുന്നത് ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. തോൽപ്പാവക്കൂത്ത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാവക്കൂത്തുകളിലെ ഒരു വകഭേദമാണ് തോൽപ്പാവക്കൂത്ത്. തോലുകൊണ്ട് ഉണ്ടാക്കിയ പാവകളാണ് ഈ കൂത്തിന് ഉപയോഗിക്കുന്നത്. പാവകളുടെ നിഴലുകൾക്ക് ഭംഗി കൂട്ടുന്നതിന് പാവകളിൽ നിറയെ തുളകളും ഇട്ടിരിക്കും. പാവക്കൂത്ത് നടത്തുന്ന ക്ഷേത്രങ്ങളിൽ കൂത്തുമാടം ആവശ്യമാണ്. കൂത്തുമാടത്തിൽ മുകളിൽ വെള്ളയും താഴെ കറുപ്പും തുണി കൊണ്ട് നീളത്തിൽ തിരശീല കെട്ടുന്നു. പാവകളെ ഈ തിരശീലയെ കാരമുള്ള ഉപയോഗിച്ച് കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമപ്രകാരമായി തറച്ചു വെക്കുന്നു. പാവകളിൽ നെടുങ്ങനെ ഉറപ്പിച്ച ഒരു വടി താഴേക്ക് നീണ്ടു നിൽക്കുന്നുണ്ടാകും. കൂത്തുകവി താളമിട്ട് പാട്ട് പാടുന്നതിനനുസരിച്ച് ബന്ധപ്പെട്ട ആളുകൾ വടിയിൽ പിടിച്ച് പാവകളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. പുറകിൽ സജ്ജമാക്കുന്ന വിളക്ക് തിരശീലയിൽ തോൽപ്പാവകളുടെ നിഴലുകൾ വീഴ്ത്തും. ഭഗവതി ക്ഷേത്രങ്ങളിലാണ് സാധാരണയായി തോൽപ്പാവക്കൂത്ത് അരങ്ങേറാറുള്ളത്. ഭദ്രകാളിയും ദാരികാസുരനും തമ്മിലുള്ള യുദ്ധം നടന്ന അതേ സമയത്താണത്രേ രാവണ യുദ്ധവും നടന്നത്. അതുകൊണ്ട് രാമൻ രാവണനെ നിഗ്രഹിക്കുന്നത് കാണാൻ കാളിക്ക് സാധിച്ചില്ല. ആ കുറവ് നീക്കാനാണത്രേ കൊല്ലം തോറും കാളി ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് നടത്തി വരുന്നത്. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്.